നമസ്കാരം. ഓം നമഃ ശിവായ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദന്തം മഹാകായം ഗണനായകാഷ്ടകം നിത്യവും ജപിച്ചാൽ വിദ്യ, ധനം, സർവകാര്യസിദ്ധിയാണ്. എല്ലാവരും ജപിക്കാൻ ശ്രമിക്കുക. വിനായക ചതുർത്ഥിയാണ്. ശ്രീ ഗണനായക അഷ്ടകം നിത്യവും ജപിച്ചാൽ ധനസമൃദ്ധിയും വിഘ്നങ്ങൾ നശിക്കും. ബുദ്ധി പഠിക്കാനുള്ള ബുദ്ധികളും എല്ലാവിധ തടസ്സങ്ങളും മാറി കിട്ടുന്നതാണ്. ഗണനായകാഷ്ടകം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മൗഞ്ജീകൃഷ്ണാജിനതരം നാഗയജ്ഞോപവീദിനം ബാലേന്ദുവിലസന്മൗലിം വന്ദേഹം ഗണനായകം. ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാവിഭൂഷിതം കാമരൂപാധരം ദേവം വന്ദേഹം ഗണനായകം. ഗജവക്ത്രം സുരശ്രേഷ്ഠം കർണചാമരഭൂഷിതം പാശാങ്കുശധരം ദേവം വന്ദേഹം ഗണനായകം. മൂഷകോത്തമമാരുഹ്യ ദേവാസുരമഹാഹവേ യോധുകാമം മഹാവീര്യം വന്ദേഹം ഗണനായകം. യക്ഷകിന്നരഗന്ധർവ സിദ്ധവിദ്യാധരേ സദാ സ്തുയമാനം മഹാദേഹം വന്ദേഹം ഗണനായകം. അംബികാഹൃദയാനന്ദം മാതൃഭീപരിപാലിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഗണാഷ്ടകമിദം പുണ്യം യത് പഠേത് സതതം നരഃ സിദ്ധ്യന്തി സർവകാര്യാണി വിദ്യാവാൻ ധനവാൻ ഭവേത്. ജപഫലം. സുപ്രസിദ്ധമായ ഗണപതി സ്തോത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഗണനായക അഷ്ടകം. ഏത് സമയത്തും ഇത് ജപിക്കാവുന്നതാണ്. വിശേഷിച്ച് വെള്ളിയാഴ്ച ജപിക്കുന്നത് ക്ഷിപ്രഫല സിദ്ധി നൽകുന്നതാണ്. ഉരുകിയ സ്വർണത്തിൻ്റെ കാന്തിയുള്ളവനായും കമനീയമായ വിവിധ രത്നങ്ങളാലും ഹാരങ്ങളാലും അലങ്കരിക്കപ്പെട്ടവനുമായ ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് നിത്യവും ഇത് കേൾക്കാവുന്നതാണ്. ധനസമൃദ്ധിയും വിഘ്നങ്ങൾ അകറ്റുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമാണ്, ഗുണപ്രദമാണ്. ഏറ്റവും പുണ്യപ്രദമായ ഈ ഗണാഷ്ടകം ഏതൊരു വ്യക്തിയാണോ നിത്യവും ജപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഭഗവാൻ വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഗണപതി ഭഗവാൻ അവരെ അനുഗ്രഹിക്കും. അവർക്ക് അതിവേഗം ബുദ്ധിയും ധനികരുമാക്കും. കേതു ഗ്രഹദോഷങ്ങളിൽ നിന്ന് മുക്തരാകുകയും ചെയ്യും. ഗണനായക അഷ്ടകം ജപിച്ച് ഭഗവാനെ തൊഴുത് കഴിവിനൊത്ത് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ എല്ലാ വിഘ്നങ്ങളും ദോഷങ്ങളും നശിക്കുന്നതാണ്. ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. വിവാഹ തടസ്സം, ശത്രുദോഷം, വിദ്യാതടസ്സം, തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഈ ജപം കേൾക്കുന്നത് പോലും വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ 3 പ്രാവശ്യവും 7 പ്രാവശ്യവും കേൾക്കാൻ ശ്രമിക്കുക. കണ്ണടച്ചിരുന്ന് കേൾക്കുക.
വിഘ്നേശ്വരൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഭക്തിയോട് കൂടിയിട്ട് കേൾക്കുക. ആത്മാർത്ഥമായ ഭക്തി ഉണ്ടായിരിക്കണം ഇത് കേൾക്കുമ്പോൾ. എല്ലാ വെള്ളിയാഴ്ചയും, പ്രത്യേകിച്ച് മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായ മുപ്പട്ട് വെള്ളി, ചിങ്ങത്തിലെ വിനായക ചതുർത്ഥി, മാസം തോറും 2 പക്ഷത്തിലെയും ചതുർത്ഥി തിഥി, അത്തം നക്ഷത്രം, തുലാമാസത്തിലെ വിജയദശമി എന്നീ ദിവസങ്ങളിലും ഇത് കേൾക്കാവുന്നതാണ്. എല്ലാം ശുഭകരമായിട്ട് വരുന്നതാണ്. വിഘ്നേശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ട് പോകാനുള്ള വഴി വിഘ്നേശ്വരൻ തന്നെ നമുക്ക് തരുന്നതായിരിക്കും. എല്ലാവരും ഭക്തിയോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവികമായ കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഈശ്വരാനുഗ്രഹം കിട്ടുന്നതാണ്. എല്ലാവരും മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.